നമസ്കാരം. സ്വാതന്ത്ര്യ സമര സേനാനി വീര സവർക്കറെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അപമാനിച്ചതിന് പിന്നാലെ നിരവധി പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. വീര സവർക്കറെ അപമാനിച്ചതിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. സവർക്കറുടെ കൊച്ചുമകൻ രഞ്ജിത്ത് സവർക്കറും ശിവസേന എംപിയും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അതേസമയം നേരത്തെയും ഇത്തരത്തിൽ സവർക്കറെ രാഹുൽ അപമാനിച്ചിട്ടുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനി വീർ സവർക്കറെ അപമാനിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ലക്നൌ കോടതി സമൻസ് അയച്ചെന്ന വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. 2022 ഡിസംബറിൽ രാഹുൽ ഗാന്ധി നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്നാണ് കേസെടുത്തിട്ടുള്ളത്. 2025 ജനുവരി 10 രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണമെന്നാണ് ലക്നൌ കോടതി അറിയിച്ചിട്ടുള്ളത്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയോട് പ്രകോപനപരമായും അനാദരവോടെയും വിദ്വേഷത്തോടെയും പെരുമാറി എന്നതാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ഹർജി. ലക്നൌവിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. 2022 ഡിസംബർ 17 മഹാരാഷ്ട്രയിലെ അകോലയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വീർ സവർക്കറെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് അഭിഭാഷകൻ നൃപേന്ദ്ര പൗഢയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി നിരന്തരം സവർക്കറെ അപമാനിക്കുകയാണെന്നും അതിനാൽ രാഹുലിനെതിരെ ശിവജി പാർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായും രഞ്ജിത്ത് സവർക്കർ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ശരത് പവാറിനെതിരെ ഒരു സ്ത്രീ പരാമർശം നടത്തിയപ്പോൾ അവരെ മാസങ്ങളോളം തടവിലാക്കുകയാണ് ചെയ്തത്. സവർക്കർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നെന്നും അതിനാൽ കോൺഗ്രസ് നേതാവിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. സവർക്കർ ബ്രിട്ടീഷ് ഗവൺമെന്റ് എഴുതിയ കത്തും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഭാരത് ജോഡോ യാത്രയ്ക്ക് പബ്ലിസിറ്റി ലഭിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിൽ ശിവസേന നിലപാട് വ്യക്തമാക്കിയതിനെയും രഞ്ജിത്ത് സവർക്കർ വിമർശിച്ചിരുന്നു. 2017 രഞ്ജിത്ത് സവർക്കർ രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയിരുന്നു. തുടർന്ന് വിശദമായ അന്വേഷണം നടത്താൻ ഫോയ്വാഡ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടെങ്കിലും ഫലം കണ്ടില്ല. വീര സവർക്കറുടെ പേര് കളങ്കപ്പെടുത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഭാരത് ജോഡോ യാത്രക്കിടെയാണ് രാഹുൽ ഗാന്ധി സവർക്കറെ കുറിച്ച് വ്യാജ പ്രചരണം നടത്തിയത്. സവർക്കർ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും പെൻഷൻ വാങ്ങിയിരുന്നുവെന്നും കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ചു എന്നുമായിരുന്നു രാഹുലിന്റെ പരാമർശം. ജയിൽ മോചിതനായ ശേഷം സവർക്കർ ബ്രിട്ടീഷുകാർക്കൊപ്പം ചേരുകയായിരുന്നുവെന്നും രാഹുൽ ആരോപിച്ചിരുന്നു. കൂടാതെ നിരവധി ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴും അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് വരുന്നത്. ഇനിയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പേരിൽ നിന്ന് ഗാന്ധി ഒഴിവാക്കണമെന്ന തരത്തിലൊക്കെയാണ് ഉയരുന്ന ആരോപണങ്ങൾ. ഏത് സാഹചര്യത്തിലും മറ്റുള്ളവരെ അപമാനിക്കാൻ മാത്രം സമയം കണ്ടെത്തുന്ന നേതാവിന് ഗാന്ധി എന്ന പേര് അനുയോജ്യമല്ലെന്നാണ് ഉയരുന്ന അഭിപ്രായങ്ങൾ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.